ഹായ് ഗായ്സ്, ഹെയർ കെയർ റൊട്ടീൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു കാര്യം പോലും വിട്ടു പോകരുതാത്തതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇപ്പോഴത്തെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ മുടിയെ സ്ട്രെസ് ചെയ്യാത്ത രീതിക്കുള്ള കാര്യങ്ങൾ വേണം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എപ്പോഴും തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്ന കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുടിയിൽ പ്രശ്നമുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എന്താണോ, ഇപ്പം ഡാൻഡ്രഫ് ആണോ, അല്ലെങ്കിൽ ഇപ്പം ഹെയർ തിന്നിങ് ആണോ, സ്പ്ലിറ്റൻസ് ആണോ, അല്ലെങ്കിൽ ഹെയർ വൈറ്റനിങ് ആണോ, അല്ലെങ്കിൽ ഒരു ഗ്രേ ഹെയർ പോലെയാണോ, എന്താണോ പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനൊരു പ്രയോറിറ്റി കൊടുക്കുക. ഏത് പ്രശ്നമാണ് ആദ്യം മാറേണ്ടതെന്ന് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ നമ്മുടെ ഹെയർ കെയർ റുട്ടീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 7 ഡേ ഹെയർ കെയർ റുട്ടീൻ പോലെയാണ് ഞാൻ പറയേണ്ടത്. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ 7 ഡേ റുട്ടീനിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പം നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് തലയിൽ എണ്ണയൊക്കെ വെക്കുമ്പോൾ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളവരാണെങ്കിൽ തലേദിവസം രാത്രിയിൽ എണ്ണ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് തലയോട്ടിയിലേക്ക് അങ്ങ് ആക്കാതിരുന്നാൽ മതി. മീൻസ് ഒരുപാട് ഹെയർ ഓയിൽ ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഒഴിച്ച് പെറുക്കി അങ്ങനെ വെക്കാതെ ഉറങ്ങിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം മുടി വളരുന്നത് എപ്പോഴും രാത്രിയിലാണ്. അപ്പോൾ ഹെയർ ഓയിൽ അത്യാവശ്യം രാത്രി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ചിലർക്കൊന്നും അത്ര അങ്ങനെ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട്, പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് എങ്ങാനും മുടിയിൽ എണ്ണ വയ്ക്കുക. എന്നിട്ട് അതൊരു കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണറും യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്യുന്നൊരു കാര്യം. പിന്നെ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മുടിയെ അതേപോലെ ലീവ് ഓൺ ചെയ്ത് വയ്ക്കും. ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിൽ തന്നെ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ തന്നെ മൈൽഡ് ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പറ്റുന്ന പരമാവധി മുടിയൊക്കെ കഴുകുമ്പം നേരത്തെ കഴുകാൻ നോക്കുക. ഈ വൈകുന്നേര സമയങ്ങളിൽ കഴുകാതിരിക്കുക. ചിലർക്കൊക്കെ പനിയും ജലദോഷവും നീരിറക്കമൊക്കെ ഉള്ളവരും, പിന്നെ മുടിക്ക് അത്യാവശ്യം മുടിയിലെണ്ണം നനവ് നമ്മൾ കിടക്കാൻ നേരത്ത് കെട്ടി വെക്കേണ്ടതായതുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹെയർ പാക്ക് ഇടണം. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത് ആ പ്രശ്നം അനുസരിച്ചുള്ള ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യത്തിനുള്ള ഹെയർ പാക്കാണ് ആദ്യത്തെ ദിവസം ഇടേണ്ടത്. അപ്പം ഡാൻഡ്രഫൊക്കെ ആണെങ്കിൽ ആര്യവേപ്പില അരച്ചിടാം. പിന്നെ ചിലർക്ക് ഉലുവ കുഴപ്പമില്ല, ഉലുവ അരച്ചിടാം. പിന്നെ പേരയില തൈരും കൂട്ടി അരച്ചിടാം. അപ്പം അതെങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻറ്റ് അതനുസരിച്ച് നിങ്ങൾ മൂന്നാമത്തെ ദിവസം ഹെയർ പാക്കായിട്ടിടുക. നിങ്ങളുടെ പ്രശ്നം അനുസരിച്ചുള്ളതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നത്തിന് ഉള്ള ഹെയർ പാക്ക് വേണം നിങ്ങൾ മൂന്നാമത്തെ ദിവസം ഇടാൻ. പിന്നെ നാലാമത്തെ ദിവസം നിങ്ങൾ രണ്ടാമത്തെ ദിവസം ചെയ്ത പോലെ തന്നെ ഒന്നും ചെയ്യരുത്, മുടി ലീവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് സെറമൊക്കെ തേക്കണമെങ്കിൽ രണ്ടാമത്തെ ദിവസവും നാലാമത്തെ ദിവസമൊക്കെ അങ്ങനെ ഇടവിട്ടുള്ള ദിവസങ്ങൾ ചെയ്യില്ലേ, നമ്മളങ്ങനെ സെറവോ റോസ്മേരി വാട്ടറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാം. മുടി കഴുകണമെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. ഇല്ലെങ്കിൽ നിങ്ങൾ താളി ഉപയോഗിച്ചോ, അതിനൊരു കുഴപ്പമില്ല കേട്ടോ. മുടി കഴുകണമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്, മുടിക്ക് കുറച്ചുകൂടെ കറുപ്പ് കിട്ടാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ 5th ഡേ ആകുമ്പോൾ ഹെയർ പാക്ക് ചെയ്യണം. അതെന്തായാലും സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കുകൾ വേണം ചെയ്യുക, അതായത് നിങ്ങളുടെ ഹെയർ പ്രോബ്ലം അനുസരിച്ചുള്ള. പിന്നെ 6ാമത്തെ ദിവസം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മുടിയിൽ വെറുതെ ലീവ് ഓൺ ചെയ്ത് വിടുക. അതായത് എന്തെങ്കിലും ഹെയർ സിറോ എന്തെങ്കിലും വാട്ടറൊക്കെ അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ച് അങ്ങനെ ചെയ്യുക. പിന്നെ 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഹെയർ പാക്ക് ഇടണം. വീണ്ടും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള ഒരു ഹെയർ പാക്ക് ഇടണം. ഇനി നിങ്ങൾക്ക് ഇതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കണ്ടൻ്റായിട്ടുള്ള മുട്ടയുടെ കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഹെയർ പാക്ക് പറ്റുമെങ്കിൽ ഇടാൻ നോക്കുക. പിന്നെ 8ാമത്തെ ദിവസവും സെയിം, നിങ്ങളൊന്നും ചെയ്യരുത്, ലീവ് ഓൺ ചെയ്ത് വിടുക. അപ്പം നിങ്ങൾ
പിന്നെ 9ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം പോലെ ഒന്നേന്ന് വരും. ഇനി നിങ്ങൾക്ക് 7 ദിവസം ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു നിങ്ങൾക്ക് ചിന്ത ഉള്ളവരാണെങ്കിൽ ഇനി ഞാനൊരു പ്ലാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി 2 ദിവസമാണെങ്കിൽ 2 ദിവസമേ തല കഴുകാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം ഹെയർ വാഷ് ചെയ്യുക, അതും കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചും കണ്ടീഷണർ ഉപയോഗിച്ചും. പക്ഷേ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അതൊരു 30 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം ഹെയർ വാഷ് അത്യാവശ്യം ചെയ്യാൻ. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുടിക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ഹെയർ മാസ്ക് ഇടുക. പിന്നെ 3 ദിവസമുള്ളവർക്കാണെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹെയർ ഓയിൽ, കെമിക്കൽ ഷാമ്പു, കണ്ടീഷണർ ഫസ്റ്റ് ഡേ ചെയ്യുക. പിന്നെ ഒരു ദിവസം അടുത്ത ദിവസം റെസ്റ്റ് ചെയ്യുക. പിന്നെ 3ാമത്തെ ദിവസം മാത്രമേ നിങ്ങൾ ഹെയറിൽ മാസ്ക് ഇടാവുള്ളൂ. അങ്ങനെ 4 ദിവസമാണെങ്കിൽ ഫസ്റ്റത്തെ ദിവസം ഹെയർ ഓയിൽ, കെമിക്കൽ ഷാമ്പു, കണ്ടീഷണർ, 2ാമത്തെ ദിവസം മുടിയിലൊന്നും ചെയ്യരുത്, സെറം അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചോ നിങ്ങൾക്ക് തല കഴുകണം എന്നുള്ളവരാണെങ്കിൽ. പിന്നെ 3ാമത്തെ ദിവസം നിങ്ങൾ ഹെയർ മാസ്ക് ഇടുക, 4ാമത്തെ ദിവസം റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം ഒരു ഇത് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞ ഈ 7 ഡേ റുട്ടീനിന് നിങ്ങൾക്ക് എത്ര ദിവസമാണോ ഉള്ളത് അതിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തന്നതാണ്. അപ്പം പിന്നെ നമ്മൾ വേണമെങ്കിൽ അത്യാവശ്യം മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ പോലെ ചെയ്യാം. അപ്പം മോർണിംഗ് റുട്ടീനിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്കിപ്പം എണ്ണ വയ്ക്കുന്നതൊന്നും കുഴപ്പമില്ലെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വയ്ക്കാം, സിറം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ അയച്ച് പടർത്തിയിട്ട് നടക്കാതെ മുടി അത്യാവശ്യം പിന്നെയും നടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി പറ്റിയില്ല എങ്കിൽ മുടി ഒരുപാട് പൊട്ടിപ്പോകാത്തുള്ള രീതിക്ക് വേണം മുടി കെട്ടി വെച്ചിട്ട് നടക്കണം. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല സാറ്റേൺ ടൈപ്പ് ബുഷുകളില്ലേ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുക. ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ മുടിക്കൊന്നും ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ക്ലിപ്പുകൾ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നൈറ്റ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നതിന് പറ്റുമെങ്കിൽ പരമാവധി രാവിലെ തല കഴുകാൻ നോക്കുക. ഇനി അങ്ങനെ രാവിലെ തല കഴുകിയിട്ട് ഉണങ്ങിയവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാ ചോദിച്ചാൽ നിങ്ങൾക്ക് സെറം അപ്ലൈ ചെയ്യണമെങ്കിൽ സെറം അപ്ലൈ ചെയ്യാം. മുടി രാവിലെ കെട്ടി വെച്ചിട്ട് സാറ്റേൺ ഹെഡ് ക്യാപ്പും പില്ലോ കവറൊക്കെ നമുക്ക് ഷോപ്പിലും പിന്നെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് കിടക്കുക. അതായത് ഹെഡ് കവർ ചെയ്യുന്ന പോലെ ആ സാറ്റേൻ്റെ ഹെഡ് കവർ വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ കിടക്കുക. നമ്മൾ പില്ലോ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ നോർമൽ പില്ലോ കവർ യൂസ് ചെയ്യാതെ സാറ്റേൻ്റെ പില്ലോ കവർ യൂസ് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുടി പൊട്ടിപ്പോകുന്നത് കുറച്ചുകൂടെ കുറയാനും കുറച്ചുകൂടെ മുടിക്ക് മിനുസമൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 7 ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിങ്ങനെ ഒരു മോർണിംഗ് റുട്ടീൻ നൈറ്റ് റുട്ടീൻ പോലെ ചെയ്യുക എന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഹെയർ മാസ്കിൻ്റെയൊക്കെ ഹെയർ മാസ്കിൻ്റെയൊക്കെ ഞാനൊരു ചില ഹെയർ മാസ്കൊക്കെ ഞാൻ ഷോർട്സിലായിട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം, വീഡിയോസായിട്ട് ഇട്ട് തരാം. പിന്നെ അടുത്തത് നമ്മൾ സ്കിൻ കെയറിലേക്ക് കടക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണണം. എല്ലാവരും അവരവരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് സമയമായിട്ട് ഞാൻ വലിയ ഹാർഷായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു തരുന്നത്, സിമ്പിളായിട്ട് അത് നമ്മൾ നാച്ചുറലി കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനീ പറഞ്ഞ റുട്ടീനൊക്കെ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.